മഴത്തോരു മുൻപേൽ ഇനി നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അലീനയും അച്ഛനും കണ്ടുമുട്ടുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് ബാലചന്ദ്രനെ വിഡിയെന്ന് കളിയാക്കിക്കൊണ്ട് നമ്മുടെ ശാലി പറയുന്നുണ്ടല്ലോ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ അത് ഫീലായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സ്റ്റാലിയാണെങ്കിൽ താൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മിസ്റ്റർ മേനോൻ, അത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ നിങ്ങളിനി അതിലധികം ക്ലാരിറ്റി വരുത്താനൊന്നും നോക്കേണ്ട, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ ഇവൻ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചത്, എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതൊന്നും ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ലേ, ഭാര്യയ്ക്ക് ഗർഭിണിയായ സമയം 23 വർഷങ്ങൾക്ക് മുൻപാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പോൾ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകൾക്ക് 23 വയസ്സായേനയില്ലേ എന്ന് ചോദിക്കുന്നു. അതെ, തീർച്ചയായും എന്ന് സ്റ്റാലിൻ പറയുന്നു. എങ്കിൽ നിങ്ങൾക്കങ്ങനെ വൈജയന്തിയിൽ ഒരു മകൾ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇല്ല, ഇത് ഇമ്പോസിബിളാണ്, ഞാൻ വിശ്വസിക്കില്ല. പ്രസവത്തിന് മുമ്പാണ് വൈജയന്തിയെ അവർ പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ തീർച്ചയാണ് അത് ശരിയാണ്. വൈജയന്തി പ്രസവിച്ച ശേഷം അവരുടെ അച്ഛനും ആങ്ങളമാരും കൂടി ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലേക്ക് തള്ളുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാലിൻ ആകെ സങ്കടപ്പെടുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ അറിഞ്ഞത് ആ കുഞ്ഞിലൂടെയാണ് എന്ന് പറയുന്നു. ഇതേ സമയം നിങ്ങൾ ആ പെൺകുഞ്ഞിനെ കണ്ടുവോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കുറച്ച് നാളായി അവൾ എൻ്റെ ഭവനത്തിലുണ്ട്. അവൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞതും ഒടുവിൽ ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയതും. വൈജയന്തിയാണെങ്കിൽ അവളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. അതുകൊണ്ട് തന്നെ അവളെ സുരക്ഷിതമായ ഒരു സ്ഥലങ്ങളിൽ എത്തിക്കണമെന്ന് എനിക്ക് വിചാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മിസ്റ്റർ സ്റ്റാലിൻ. നിങ്ങൾ അലീനയെ ഏറ്റെടുക്കണം, അലീനയെ ഇവിടെ വളർത്തണം എന്ന് പറയുന്നു. അത് കേട്ട സ്റ്റാലിനാണെങ്കിൽ ആദ്യമൊന്നും അടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ശരിവെക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ ബാലചന്ദ്രൻ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. ഒടുവിൽ അലീന എല്ലാവരോടും യാത്ര പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. വളരെ സങ്കടത്തോടെയാണ് മക്കൾ അലീനയെ യാത്ര അയക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ബാലചന്ദ്രനൊന്നും പറയുന്നില്ല കേട്ടോ. അലീന അവിടെ എത്തിക്കഴിയുമ്പോൾ തൻ്റെ അച്ഛനാണല്ലോ ഇത് എന്ന് തിരിച്ചറിയുമ്പോൾ അച്ഛൻ്റെ മുൻപിൽ കൈകെട്ടി നിൽക്കുന്നു. ഇതേ സമയം മോളെ വാ എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാലിൻ അലീനയെ അടുത്തേക്ക് വിളിക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നു പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ അലീനയെ സുരക്ഷിതമായി ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നൊരു കാഴ്ചയും അവൾക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, കൂട്ടുകാരെ.